ഹായ് ഗൈസ്, എല്ലാ പാർട്ടികളെയും നല്ല വശങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. എന്നാലും ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു BJPയുടെ ചേച്ചി വന്നിരുന്ന് പറയുകയാണ്, ഇവിടെ തരുന്നത് വിദ്യാഭ്യാസവും ഇവിടെ അരി വാങ്ങിക്കുന്നതും വിദ്യാഭ്യാസം തരുന്നതും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് BJP സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, സംസ്ഥാന സർക്കാരുകളുടെ ഒരു കാര്യമില്ല, ഒരു വിവരവും വകതിവും ഇല്ലാതെ കുറെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിരുന്നിട്ട് വിവരക്കേട് പറയുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കങ്ങ് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു കാര്യം മനസ്സിലാവും, കേന്ദ്ര സർക്കാർ അരിയുടെ കാര്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അരി തരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. അതിന്റെ ബാക്കിയുള്ള കൂലികൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കേരള സർക്കാരാണ് വഹിക്കുന്നത്. നമ്മളുടെ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ 41% മാത്രമേ കേന്ദ്ര സർക്കാർ നമുക്ക് തിരിച്ചു തരുന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ ജനങ്ങളുടെ ടാക്സ് പിടിച്ചിട്ടാണ് ഈ ഒരു കേരള സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും നമുക്ക് തരുന്ന വിഹിതങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ക്ഷേമ പെൻഷനുകൾ, നമുക്ക് തരുന്ന വികസനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിന് തരുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ടാക്സിൽ നിന്ന് എടുത്തിട്ടാണ് തരുന്നത്. അല്ലാണ്ട് ഇവരുടെ എനിക്കറിയാവുന്ന 10 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും പുതുതായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. കാരണം അത് എന്റെ അറിവില്ലായ്മയായിട്ടെന്ന് ഞാൻ കരുതും. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം 10 എണ്ണം മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന് പേര് മാറ്റിയ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ഇന്ദിരാ ആവാസ് യോജന, അത് പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി. രണ്ടാമത് നിർമ്മൽ ഭാരത് അഭിയാൻ, അത് സ്വച്ഛ ഭാരത് മിഷനാക്കി പ്രധാനമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. മൂന്നാമത് കോൺഗ്രസ് കൊണ്ടുവന്ന രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ യോജന, അത് ദീപദയാൽ ഉപാധ്യായ ഗ്രാമ യോജനയാക്കി. അതുപോലെ നാലാമത് ജവഹർലാൽ നെഹ്റു അർബൻ മിഷൻ, അത് അമൃത് യോജനയാക്കി. അഞ്ചാമത് ലോ ഫ്രീ അക്കൗണ്ട് ജൻധൻ യോജനയാക്കി. ആറാമത് നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ മേക്കിംഗ് ഇന്ത്യ, മാനുഫാക്ചറിംഗ് പോളിസിനെ മേക്കിംഗ് ഇന്ത്യ എന്നുള്ള രീതിയിൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ മാറ്റി. ഏഴാമത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധി മാതൃത്വ സഹयोग, അത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയാക്കി. എട്ടാമത് നാഷണൽ ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ആണ്, അത് ഭാരത് നെറ്റ്വർക്ക് ആക്കി മാറ്റി. സോളംബർ യോജന എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നതാണ്, അഡൽറ്റ് യോജനയാക്കി മാറ്റി. അതുപോലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ് മഹാത്മാഗാന്ധി ഗ്രാമീൺ തൊഴിലുറപ്പ്, അത് DBG റാംജി തൊഴിലുറപ്പ് പദ്ധതിയാക്കി. അപ്പൊ 10 പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 പദ്ധതികൾ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന 10 പദ്ധതികളും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പദ്ധതികളാണ്. അതിനെ പേര് മാറ്റിയിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് പുതിയതായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് പറയാം കമന്റ് ബോക്സിൽ. അപ്പൊ ഞാനിത് പറയാൻ വേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ചേച്ചി വന്നിരുന്ന് നമുക്ക് പ്രസംഗിക്കാം, നമ്മൾ ഏത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ബഹുമാനവും അതുപോലെ തന്നെ അങ്ങനെ ബഹുമാനം വേണം എന്ന് വിചാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ, എല്ലാം ഇവിടെ യാതൊരു തരത്തിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം BJP സർക്കാരാണ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സിറ്റിസൺ, ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി.